വൈഗ കൊലക്കേസിൽ ഇന്നാണ് വിധി. 11 വയസ്സുകാരിയെ വൈഗയെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയ കേസിൽ പിതാവ് സാനുമോഹനാണ് പ്രതി. നമുക്കൊപ്പം ശ്രീകാന്ത് ചേരുന്നു കൊച്ചിൻ. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. പറയൂ ശ്രീകാന്ത്. ഗുഡ് മോർണിംഗ് എസ്കേൻ. വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു. വൈഗ എന്ന കുഞ്ഞിനെ സ്വന്തം അച്ഛൻ തന്നെ കൊലപ്പെടുത്തി പുഴയിൽ ഉപേക്ഷിച്ച ആ സംഭവം. അതിൽ വിചാരണ പൂർത്തിയാക്കി ഇന്ന് വിധി പറയാൻ പോവുകയാണ്. എറണാകുളത്തെ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് കെ സോമൻ ഈ കേസിൽ 11 മണിയോടുകൂടി വിധി പറയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നത്തേക്കാണ് അദ്ദേഹം ഈ കേസ് വിധി പറയാനായി മാറ്റിവെച്ചതും. ഈ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2021 മാർച്ച് 22-നാണ് 11 വയസ്സുകാരി വൈഗയെ കളമശ്ശേരി മുട്ടാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കടബാധ്യത മൂലം മകൾ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ളതായിരുന്നു ആദ്യത്തെ നിഗമനമായി വന്നത്. ഇയാളുടെ മൃതദേഹത്തിനായി പലതവണ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനും സാധിച്ചിരുന്നില്ല. വൈഗയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് പോലും ഇയാൾ ഒരു സിനിമാ തിയേറ്ററിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പിന്നീട് കണ്ടെത്തി. അത്ര ക്രൂരനായ പിതാവ് എന്ന് വേണമെങ്കിൽ ഇയാളെ വിശേഷിപ്പിക്കുകയും ചെയ്യാം. എന്തായാലും ഈ സാനുമോഹന്റെ ശിക്ഷ ഇന്ന് വിധിക്കും. എന്തായിരിക്കും ശിക്ഷ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രോസിക്യൂഷൻ. അതോടൊപ്പം തന്നെ ഈ വൈഗയുടെ ബന്ധുക്കൾ എല്ലാവരും തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ ആത്മവിശ്വാസം പ്രോസിക്യൂഷൻ പ്രകടിപ്പിക്കുന്നുണ്ട്. വധശിക്ഷ തന്നെ കിട്ടും എന്നാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള പ്രതീക്ഷ. പക്ഷേ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. 11 മണിക്ക് എറണാകുളം പോക്സോ കോടതി ജഡ്ജ് കെ സോമൻ ശിക്ഷാവിധി പ്രഖ്യാപിക്കും. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.